അശരണരും ആലംബഹീനരും രോഗികളും പീഡിതരും തകർന്നവരും ആശയക്കുഴപ്പങ്ങളിൽ അകപ്പെട്ടവരുമാണ് ക്രിസ്തുവിന്റെ സമീപത്തേക്ക് ഓടിയെത്തിയത്. ഇന്നും ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരെ ലോകം കാണുന്നത് തങ്ങളുടെ അഭയസ്ഥാനമായാണ്. അഭയവും സാന്ത്വനവും ഉപാധികളില്ലാതെ ലോകത്തിന് നൽകുകയാണ് ഓരോ അഭിഷിക്തരുടെയും അടിസ്ഥാന ദൗത്യങ്ങളിലൊന്ന്. ആ പാതയിലൂടെ സഞ്ചരിക്കുന്ന എണ്ണമറ്റ ശുശ്രൂഷകരിലൂടെയാണ് തിരുസഭ സുവിശേഷം പ്രഘോഷിക്കുന്നത്. ിൽ ചെന്നൈ മിഷനിൽ നിന്ന് തിരികെ എത്തിയ ശേഷമുള്ള 10 വർഷത്തോളം അഭിവന്യ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ പിതാവ് ഇരിങ്ങാലക്കുട രൂപതയുടെ വിവിധ അജപാലന പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. കത്തീഡ്രൽ ഇടവക വികാരി മുതൽ സെമിനാരി റെക്ടർ, വികാരി ജനറൽ തുടങ്ങിയ വിവിധ ഉത്തരവാദിത്തങ്ങളിൽ അദ്ദേഹം മുഴുകി. ആ കാലഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു വലിയ നിയോഗം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. കത്തീഡ്രൽ ഇടവകയിലെ 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എന്നെ മൈനസ് സെമിനാരിയിൽ റെക്ടറായിട്ടാണ് നിയമിച്ചത്. അവിടെ 1.5 വർഷത്തോളം സെമിനാരിക്കാർക്ക് റെക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. ആ കാലയളവിൽ അഭിവന്യമാർ ജെയിംസ് പഴയാറ്റിൽ പിതാവും അവിടെ ഉണ്ടായിരുന്നു. പിതാവിൻ്റെ കൂട്ടത്തിൽ പിതാവിൻ്റെ സൗഹൃദം സ്വീകരിച്ചുകൊണ്ടുകൂടി ആയിരിക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. സെമിനാരി കാലഘട്ടത്തിലായിരുന്നപ്പോൾ തന്നെയാണ് എന്നെ വികാരി ജനറലായിട്ട് കൂടി നിയമിച്ചത്. പിന്നീട് പ്രോട്ടോസിഞ്ചലുസായിട്ട് മുഖ്യ വികാരി ജനറലച്ചനായിട്ട് കൂടി ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചെന്നൈയിൽ രൂപം കൊള്ളാൻ പോകുന്ന ഹോസൂർ രൂപതയിൽ ബിഷപ്പായിട്ടുള്ള ശുശ്രൂഷ ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം അധികാരികളുടെ ഭാഗത്തു നിന്ന് വന്നത്. ആരോഗ്യപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ഒരു ഡോക്ടറേറ്റ് പോലും ഇല്ലാത്ത ലൈസൻഷേറ്റ് മാത്രമുള്ള എന്നെ അജപാലന തലത്തിൽ അത്രയും ഒരു എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ നീക്കുന്നൊരു വ്യക്തിയാണ് ഞാനെന്നുള്ള ബോധ്യം എനിക്കില്ല. തന്നെയല്ല, മറ്റു പല കുറവുകളും പോരായ്മകളുള്ള എന്നെ ഈ കാര്യം ഏൽപ്പിച്ചപ്പോൾ അതിനകത്ത് ഉള്ളിൽ നിന്ന് ഒരു അസ്വസ്ഥ ചിന്തകൾ എന്നെ അലട്ടിയിരുന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ള ആ ഒരു തിരുവചനവും ദൈവത്തിൻ്റെ പരിപാലനം ആശ്രയിക്കുമ്പോൾ എല്ലാം ദൈവം നടത്തുമെന്നുള്ള ബോധ്യവുമാണ് ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് പ്രേരണ നൽകിയത്. അങ്ങനെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹോസൂർ രൂപതയിൽ ശുശ്രൂഷകയായിട്ട് ഞാൻ എത്തിച്ചേർന്നു. അനേകായിരങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരവും സീറോ മലബാർ സഭയുടെ അഭിമാനവുമായി ചെന്നൈ കേന്ദ്രീകരിച്ച് ഒരു രൂപത സ്ഥാപിക്കപ്പെടുന്നത് 2017 നവംബർ 22 ചെന്നൈ നിവാസികളായ അനേകർക്ക് പ്രിയങ്കരനായിരുന്ന ഒരു മഹത് വ്യക്തിയെ തന്നെ ആദ്യമെത്രാനായി ലഭിച്ചു എന്നുള്ളത് അവർക്ക് കൂടുതൽ സന്തോഷകരമായിരുന്നു. കഴിഞ്ഞ കാലങ്ങൾ മുതൽ തൻ്റെ ജീവിതത്തിലും ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളിലും പ്രത്യേകിച്ച് ചെന്നൈ മിഷനിലുമെല്ലാം വലിയ ദൈവിക ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതായി അഭിവന്യ പിതാവ് തിരിച്ചറിയുന്നു. 2017 നവംബർ 22 മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിൽ നിന്നും ഞാൻ മെത്രാൻ പട്ടം സ്വീകരിക്കുന്നത്. ഹോസൂർ രൂപതയുടെ ഔപചാരികമായ ഉദ്ഘാടനവും നൂത്തഞ്ചേരിയിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത് അന്ന് തന്നെയാണ്. ഈ ഹോസൂർ രൂപത രൂപം കൊണ്ട അവസരത്തിൽ ആ കത്തീഡ്രൽ ഇടവക സെൻ്റ് ആൻ്റണീസ് ദേവാലയമായിരുന്നു എന്നുള്ളത് അതും ഒരു ദൈവപരിപാലനയായിട്ടാണ് ഞാൻ കാണുക. 97 സെൻ്റ് ആൻ്റണീസ് നൊവേന ആരംഭിച്ച ചൊവ്വാഴ്ചകളെ ഞാൻ ഓർക്കുന്നു. ഇതൊന്നും ബോധപൂർവം സെൻ്റ് ആൻ്റണീസ് എന്ന് പേര് കൊടുത്തതല്ല. കത്തീഡ്രൽ പള്ളി ആയി റോമിൽ നിന്നും അറിയിപ്പ് വന്നത് സെൻ്റ് ആൻ്റണീസ് ദേവാലയം നൂത്തഞ്ചേരിയായിട്ടാണ്. അതും ഒരു ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലായിട്ട് ഞാൻ നോക്കിക്കാണുന്നു. ഈ സ്ഥലം ഹോസൂർ രൂപതയുടെ കത്തീഡ്രലായി മാറിയ നൂത്തഞ്ചേരി ഇടവക ദേവാലയം വാങ്ങാനായിട്ട് പണമില്ലാതെ
ഒരു സഹോദരി തൻ്റെ താലിമാല പണയം വെച്ചുകൊണ്ട് പണം കൊടുത്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് അഡ്വാൻസ് വാങ്ങിയത്. ആ സഹോദരിയുടെ വിവാഹ നടന്ന ദിനം നവംബർ 22-ാം തീയതിയായിരുന്നു. നമ്മളൊന്നും അറിയാതെയാണ് നവംബർ 22-ാം തീയതി തന്നെ രൂപതയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും അങ്ങനെ നൂതഞ്ചേരി കത്തീഡ്രലായി രൂപം കൊള്ളുന്നതും. അപ്പോൾ ആ സഹോദരി എന്നോട് പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയാണ് പിതാവേ, ഈ സ്ഥലം വാങ്ങാനായിട്ട് പണമില്ലാതെ എൻ്റെ കെട്ടുതാലി പണയം വെച്ചിട്ടാണ് ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. എൻ്റെ വിവാഹ വാർഷിക ആഘോഷിക്കുന്ന ദിനം തന്നെ ഈ പള്ളി ഒരു കത്തീഡ്രൽ ദേവാലയമായിട്ട് ഉയർത്തപ്പെട്ടതിൽ ദൈവത്തോട് നന്ദി പറയുന്നതെന്ന് ഈ സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ വരികൾക്കിടയിൽ വായിക്കുകയാണ് ദൈവത്തിൻ്റെ പരിപാലനയുടെ ചരിത്രം. ഹൊസൂർ രൂപതയുടെ പ്രവർത്തനങ്ങൾ 3-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിമാനിക്കാൻ ഏറെയുണ്ട്. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ആരംഭം കുറിച്ച് ഇപ്പോഴും ഏറെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലും ചെന്നൈ മഹാനഗരത്തിലും രൂപതയുടെ മറ്റു ഭാഗങ്ങളിലും നിർണായക സാന്നിധ്യമായി മാറാൻ ഇതിനകം രൂപതയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. സാമൂഹിക സേവന ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളിൽ ഏറെ മുന്നേറുവാൻ ഇതിനകം രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹൊസൂർ രൂപത രൂപം കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഊന്നൽ കൊടുക്കുക സഹായ ഹസ്തങ്ങളായി മാറുന്നതിനാണ്. മറ്റുള്ളവർക്ക് സഹായ ഹസ്തമായിട്ട് മാറണം. നമ്മൾ അക്കാര്യത്തിനാണ് ഏറ്റവും ഊന്നൽ കൊടുക്കുക. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ടുള്ള മുന്നേറ്റമായിരിക്കും ഈ രൂപതയുടേത്. നമുക്കിവിടെ ഈ രൂപതയിൽ അവശരായ ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുന്ന ക്യാൻസർ ഹോസ്പീസുണ്ട്. ബഹുമാനപ്പെട്ട ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിലെ FCC കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സാണ് അവിടെ വളരെ സ്തുത്യർഹമായ വിധം സേവനം ചെയ്യുന്നത്. പിന്നെ പെരമ്പൂര് SD സിസ്റ്റേഴ്സ് ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. തിരുമുള്ളവയലിൽ വീണ്ടും SD സിസ്റ്റേഴ്സ് മാനസിക രോഗികളായിട്ടുള്ള 19ഓളം സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടി അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവിടെ താമസിക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നു. ആവടിയിൽ മുത്താബുദ്ധിപ്പെട്ട് CMC സിസ്റ്റേഴ്സ്, CMC കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് മെൻ്റൽ റിട്ടാർഡായിട്ടുള്ള കുട്ടികൾക്ക് സ്കൂൾ നടത്തുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ സാന്തോ സ്നേഹതീരം രൂപത തന്നെ നേരിട്ട് നടത്തുന്ന പ്രായമായ അമ്മച്ചിമാർക്കുള്ള ഒരു അഗതി മന്ദിരമാണ്. ഒരു പണവും സ്വീകരിക്കാതെയാണ് നമ്മളിവിടെ പ്രായമുള്ള സഹോദരിമാരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വളരെ ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന കാണുന്നതിൽ അത് സന്തോഷമുണ്ട്. കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഹോളി ഫാമിലി കോൺഗ്രിഗേഷനുണ്ട്. നമ്മുടെ രൂപതയുടെ തന്നെ സ്കൂളുണ്ട് കോയിൽ പതാകയിൽ. നമ്മൾ യേശുവിൻ്റെ സന്ദേശം, അത് സ്നേഹത്തിൻ്റെ സന്ദേശം, അത് എല്ലാ മതത്തിലുള്ള ആളുകൾക്കും ജീവിതത്തിലൂടെ പകർന്നു കൊടുക്കുന്ന ഒരു ശ്രമമാണ് ഹൊസൂർ നടത്തിക്കൊണ്ടിരിക്കുക. SH സിസ്റ്റേഴ്സ് എറണാകുളം ഇതാ അനേകം കുട്ടികൾക്കായിട്ടുള്ള സ്കൂൾ നടത്തുന്നു. ചാരിറ്റി സിസ്റ്റേഴ്സ് അത്തിപ്പെട്ട് അനേക കുട്ടികൾക്കായിട്ടുള്ള സ്കൂൾ നടത്തുന്നു. വിൻസെൻഷൻ കോൺഗ്രിഗേഷനിലെ ബഹുമാനപ്പെട്ട വൈദികർ അമ്പത്തൂർ ധ്യാന കേന്ദ്രം നടത്തിക്കൊണ്ട് ഇതാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും പൂനമലിയിൽ CMI ഫാദേഴ്സ് വളരെ നല്ല ഒരു സ്കൂൾ നടത്തിക്കൊണ്ട് അനേകം ആയിരം മക്കൾക്ക് വിദ്യ പകർന്നു കൊടുത്ത് യേശുവിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടും ആതുര സേവന രംഗത്തും ശുശ്രൂഷകൾ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും വൈദികരും സമർപ്പിതരും ഉൾക്കൊള്ളുന്ന ഈ ഹൊസൂർ രൂപതയാണ് നമ്മുടെ ഹൊസൂർ രൂപത. ഇനിയും നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇടവക തോറും അന്നദാനം നൽകാനുള്ള സംവിധാനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകാനായിട്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ള കർത്താവിൻ്റെ കൽപ്പന, നിങ്ങൾ പരസ്പരം സഹായിക്കുമ്പോഴാണ് അർത്ഥവത്താവുക എന്ന്
ചെന്നൈ നാട്ടിൽ, തമിഴ്നാട്ടിൽ തോമാസ് ലീഹായുടെ രക്തം വീണ് നനഞ്ഞ മണ്ണിൽ സമൂഹത്തിന് മുമ്പിൽ സാക്ഷ്യം വഹിക്കാനായിട്ട്, കാട്ടിക്കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ആസൂത്രണം ചെയ്യുകയും അത് നടത്തിക്കൊണ്ടുപോകാനായിട്ട് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ജീവിതത്തിൽ എക്കാലവും പിതാവ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് മഹത്തായ ദൈവിക ഇടപെടലുകളാണ്. ഓരോ കാലത്തും ഏൽപ്പിക്കപ്പെടുന്ന ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങളിലും തൻ്റെ കഴിവിനതീതമായി ദൈവം പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഏറെ പങ്കുവയ്ക്കുവാനുണ്ട്. ഇത്തരം എണ്ണമറ്റ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു രൂപതാധ്യക്ഷൻ എന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ശേഷവും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാനും ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുവാനും അദ്ദേഹം പ്രാർത്ഥനയെ ആയുധമാക്കിയിരിക്കുന്നു. ഇരിഞ്ഞാലക്കുട വികാരിയനാളായിരുന്ന അവസരത്തിൽ അപ്പോഴാണ് അഭിമന്യമാർ ജെയിംസ് പടിയാറ്റിൽ പിതാവ് മരിച്ചത്. അപ്പോൾ ഇന്ന് ജെയിംസ് പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേതൃത്വം കൊടുക്കാനായിട്ട് പോളി പിതാവ് എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ വിവിധ കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തു. ഞാൻ അന്ന് ചെയ്തത്, നിങ്ങൾക്കറിയാം, ഒരു പിതാവ് മരിക്കുമ്പോൾ അതിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രധാനപ്പെട്ട പല ആളുകളൊക്കെ വരും. വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞ സാഹചര്യമായിരുന്നു. കാരണം ഭയങ്കര മഴയായിരുന്നു തലേ ദിവസം. അന്ന് രാവിലെയും മഴ, പിറ്റേന്നും മഴ. പക്ഷേ ഞാൻ തലേന്ന് ചെയ്തത് സക്രാരിയുടെ മുമ്പിൽ 1 മണിക്കൂർ സമയം ശാന്തമായിട്ടിരുന്നു. സത്യം പറഞ്ഞാൽ മറ്റൊരു കാര്യങ്ങൾ ഞാൻ ഇടപെട്ടില്ല. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയിൽ പിറ്റേ ദിവസം മൃതസംസ്കാര ശുശ്രൂഷയുടെ ദിവസം അന്ന് പകൽ മാത്രം മഴയില്ല. രാവിലെ മഴ, വൈകിട്ട് മഴ. എല്ലാ പ്രോഗ്രാമും വളരെ ഭംഗിയായിട്ട് ക്രമീകരിക്കപ്പെട്ടു എന്ന് വന്ന എല്ലാവരും പറയുകയുണ്ടായി. പ്രത്യേക അനുമോദനങ്ങൾ എനിക്ക് നൽകുകയുണ്ടായി. വാസ്തവത്തിൽ ഞാൻ ചെയ്തത് 1 മണിക്കൂർ സമയം സക്രാരിക്ക് മുമ്പിൽ ഇരിക്കുക മാത്രമായിരുന്നു. മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിവിധ കമ്മിറ്റിക്കാരെ ഇടപെടുത്തിക്കൊണ്ട് ദൈവം തന്നെയാണ് ക്രമീകരിച്ചത്. അപ്പം നമ്മൾ പ്രാർത്ഥനയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചാൽ തമ്പുരാൻ നോക്കിക്കോളും, എല്ലാം ഭംഗിയാവുകയും ചെയ്യും. ഹൊസൂർ രൂപതയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും വികാരിയനാളച്ചന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ തലങ്ങളിൽ എല്ലാം ഒരു ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മെത്രാൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് എൻ്റെ ബോധ്യതാണ്. പള്ളിയിൽ കയറുക, യേശുവിനെ സന്ദർശിക്കുക. ബൈബിളിൽ കയറുക, വചനങ്ങൾ സന്ദർശിക്കുക. വീടുകളിൽ കയറുക, ആളുകളെ സന്ദർശിക്കുക. ഞാനൊരു സമയം മുഴുവൻ ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കേണ്ടത്. ഞങ്ങളുടെ ജനറാളച്ചൻ, പ്രത്യേകിച്ച് മോൺസിഞ്ഞൂർ ജോസ് മാളിയേക്കൽ അച്ഛനുണ്ട്, പ്രോട്ടസ്റ്റന്റ് ജേലുസായിട്ട്, സിഞ്ചേലുസായിട്ട് വർഗീസ് പേരേപ്പാടിന് അച്ഛനുണ്ട്. അച്ഛൻ്റെ ഒരു പ്രത്യേകത, അച്ഛനൊരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഈ രൂപതയുടെ എല്ലാ തലങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ശൈലിയുള്ള അച്ഛനാണ് വർഗീസ് പേരേപ്പാടിന് അച്ഛൻ. അച്ഛൻ മാത്രമാണ്, ഒരു അച്ഛനാണ് ഇപ്പോഴത്തെ തൽക്കാലം ഈ രൂപതയിലേക്ക് ഇൻകാർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. അച്ഛൻ ചിലപ്പോൾ അടുക്കളയിൽ ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് തരുന്നതും അച്ഛൻ തന്നെയാണ്. കുക്കില്ലാത്തപ്പോൾ എൻ്റെ വസ്ത്രങ്ങളൊക്കെ തേച്ച് തരുന്ന ചിലപ്പോൾ അച്ഛനാണ്. കുറച്ച് കഴിയുമ്പോൾ കച്ചേരിയിൽ വന്ന് അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങളിൽ എല്ലാ ജോലികളും ചെയ്യുന്ന കാണാം. പള്ളിയിൽ ആരാധനയ്ക്ക് ഇരിക്കുന്ന കാണാം. അങ്ങനെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളിലും ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്ന വികാരിയാണുള്ള അച്ഛൻ വർഗീസ് അച്ഛനും, അതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് സ്നേഹത്തോടെ പെരുമാറുന്ന മോൺസിഞ്ഞർ ജോസ് അച്ഛനും എനിക്ക് വലിയൊരു ശക്തിയാണ് ഈ രൂപതയിൽ. താൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തത്തെയും സ്ഥാനത്തെയും കൂടുതൽ ആത്മീയമായ മറ്റൊരു കണ്ണിലൂടെ കാണുവാൻ അഭിമന്യ പിതാവ് ശ്രമിക്കുന്നു. അധികാരങ്ങൾ ലഭിക്കുന്നവർ മറ്റുള്ളവരെ ചെറുതായി കാണുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും കാഴ്ചപ്പാടുകൾക്കും വലിയ മൂല്യമുണ്ട്. മെത്രാൻ ശുശ്രൂഷയെക്കുറിച്ച്, മെത്രാൻ പദവിയെക്കുറിച്ച് എനിക്കിന്ന് വ്യക്തമായ ഉൾക്കാഴ്ചയുണ്ട്. പലപ്പോഴും ഇതൊരു പദവിയാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊരു ശുശ്രൂഷ തലം മാത്രമാണ്. ഇന്ന്
സഭയിൽ ഓവർ ക്ലറിക്കലിസം ഉണ്ടെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. മാമോദീസ സ്ഥൈര്യലേപനം കുദാശകളിലൂടെ എല്ലാ ക്രൈസ്തവരും യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാണ്, പൊതു പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ളവരാണ്. ആ പൊതു പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ പൗരോഹിത്യമാണ് വൈദികർക്കുള്ളത്. ഇനി ഈ വൈദികർക്ക് കൂടി ശുശ്രൂഷ പൗരോഹിത്യ പദവിയുള്ള ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള വൈദികർക്ക് കൂടി ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഒരു ബിഷപ്പ് അല്ലെങ്കിൽ ഒരു മെത്രാൻ. അത് മേൽപ്പെട്ട ശുശ്രൂഷ എന്നാണ് പറയുന്നത്. ഞാൻ ചിന്തിക്കുക അത് കുറച്ചും കൂടി താഴ്ന്ന ഒരു ശുശ്രൂഷയാണ്. ആധ്യാത്മികമായിട്ട് ചിന്തിക്കുമ്പോൾ ഉയർന്ന ശുശ്രൂഷയാണെങ്കിലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ താഴ്ന്ന ശുശ്രൂഷയായിട്ട് കാണാൻ സാധിക്കണം എന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ നോക്കുമ്പോൾ വൈദിക കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് ഈ ശുശ്രൂഷ എളിമയോടുകൂടി നിർവഹിക്കാനായിട്ട് സാധിക്കണമെന്നാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യം. സാധാരണഗതിയിൽ വേഷഭൂഷാദികളും അംശപടിയും മൈറ്ററും സാഷും ഇതെല്ലാം കൂടി വരുമ്പോൾ അറിയാതെ ഒരു ലൗകിക തലത്തിൽ ഉയർന്ന സ്ഥാനമാണെന്നുള്ളൊരു ചിന്ത അറിയാതെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ശുശ്രൂഷ പദവിയാണ് മെത്രാൻ്റെ പദവി. വാസ്തവത്തിൽ മെത്രാൻ അഭിഷേകം കഴിഞ്ഞ് കുറേ നാളുകൾ അറിയാതെ ഒരു വീർപ്പുമുട്ടൽ ഞാനും അനുഭവിച്ചിരുന്നു. എന്തോ ആണെന്നുള്ളൊരു ചിന്ത. പക്ഷെ അത് യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുന്ന പൊതുപൗരോഹിത്യം സ്വീകരിച്ചിട്ടുള്ള പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു താഴ്ന്ന എളിമയുള്ള എളിയ പദവിയാണെന്നുള്ള ഒരു തിരിച്ചറിവ് അത് ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തലത്തിലേക്ക് ജനങ്ങളൊക്കെ വലിയ സ്വീകരണവും അല്ലെങ്കിൽ വലിയ റെസ്പെക്റ്റും ഒക്കെ നൽകുമ്പോൾ നമ്മളറിയാതെ വലിയ സ്ഥാനമാണോ ഇതെന്ന് ചിന്തിച്ചു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ എന്നോട് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴുതപ്പുറത്ത് കർത്താവിനെ കയറ്റിയിരുത്തി ഓശാന പാടി ആളുകൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ റോട്ടിലൊക്കെ തുണികൾ വിരിക്കാൻ തുടങ്ങിയപ്പോൾ ആ തുണിയിലൂടെ നടന്നു പോകുന്ന കഴുത അറിയാതെ വിചാരിക്കുകയാണ്, ഓ തന്നെ എന്തുമാത്രമാണ് ഈ ജനങ്ങൾ ബഹുമാനിക്കുന്നത്. തുണികൾ റോട്ടിൽ വിരിക്കുന്നു, ഒലിവുശാഖകൾ വീശുന്നതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ കഴുതയ്ക്ക് പറ്റിയത് അമളി എന്നാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം കഴുതയെ ബഹുമാനിക്കാനല്ല, കഴുതപ്പുറത്തിരിക്കുന്ന കർത്താവിനെയാണ് ബഹുമാനിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത്. ആ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് ശുശ്രൂഷ പദവി എന്നുള്ള ഉറച്ച ബോധ്യം മെത്രാന്മാർക്കും അതുപോലെ തന്നെ വൈദികർക്കും ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ പൊതു പൗരോഹിത്യം സ്വീകരിച്ച പുരോഹിത ഗണമാണ് അൽമായരെന്നുള്ള ബോധ്യം അവർക്കും ഉണ്ടാകണം. ബലി അർപ്പിക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികനോ മെത്രാനോ മാത്രമല്ല, പൊതു പൗരോഹിത്യം സ്വീകരിച്ച അൽമായരും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച വൈദികനും ഒരുമിച്ചാണ് ബലി അർപ്പിക്കുക. അപ്പോഴാണ് കർത്താവ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ഇറങ്ങി വരിക എന്നുള്ള ഉറച്ച ബോധ്യം അൽമായർക്കും ഉണ്ടാകണം, വൈദികർക്കും ഉണ്ടാകണം. ആത്മീയ മൂല്യങ്ങളും പ്രാർത്ഥനയും സേവന സന്നദ്ധതയും മുഖമുദ്രകളാക്കിയ ഒരു എളിയ സമൂഹവും വലിയ മനസ്സുള്ള ഒരിടയനും. തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഇവരുടെ യാത്ര ആരംഭിച്ചിട്ടേയുള്ളൂ. മാർത്തോമാ ശ്ലീഹായുടെ നിണം വീണ മണ്ണിൽ നിന്നും സീറോ മലബാർ ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ മഹത്തായ ഒരാത്മീയ മുന്നേറ്റമുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് തീർച്ച. ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം.